എന്നെ സംബന്ധിച്ച് എത്ര എന്തെല്ലാം പറഞ്ഞു നോക്കി, ഉള്ളാവത്തേക്ക് എത്ര കമ്പി കത്ത്, സുബ്ഹാനല്ലാഹ്. എന്ത് ഈ ചില കാപ്പറാക്കി ഉസ്താദ് കാപ്പറാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല കുഴപ്പം ഇല്ലേ? നിങ്ങളൊന്നും കേട്ടില്ലേ? എന്നിട്ടോ ഉള്ള ആൾക്കാരെന്നെ നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഒന്നും കുരുങ്ങിയില്ല. നമ്മളെ ശിഷ്യന്മാർ തന്നെ എന്താ അങ്ങനെ എന്നൊക്കെ കളി കത്തയിൽ നോക്കി ഓരൊക്കെ അവിടെ പോയി ഒടുവിലൊന്ന് പൊരുത്തം പിടിക്കാൻ വേണ്ടി ഈ ഞാൻ കാഫറാക്കിയാണ്. ഞാൻ പറഞ്ഞതെന്ന ഈ മടവൂരുണ്ട് അവര് പറഞ്ഞതാ. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പോ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയണം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് പാൽ സ്വന്തം ഒരാളോടും ഉണ്ടാത്ത കാലാണ്. സലാം ചൊല്ലി സലാം മടക്കി സലാം മടക്കിയതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയില്ലേ. അതുകൊണ്ട് ഞാൻ അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു പോകണം. അപ്പറം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചല്ലാരും. പ്രസിഡന്റ് കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ ഇവിടെ പോയി. ഒരു നാട്ടിക മൂസ എന്ന് പറഞ്ഞു വരുന്ന വല്ലാതെ മംഗലാപുരത്ത് വന്ന് പറഞ്ഞു. ഓന് മരിച്ചു നോക്കുമ്പോ ഓന്റെ വലിയ ശിഷ്യനുണ്ടായി പോയി വന്നതിന് അവന്റെ നാവില്ല. കാരണം ഇവന്റെ നാവേ ഇല്ല. മരിക്കുമ്പോൾ അവന്റെ നാവ് ചുരുണ്ടുപോയിരിക്കുന്നു.